കേരളം ഏറ്റവും ഞെട്ടലോടെ കേട്ടൊരു വാർത്തയായിരുന്നു കലവൂരിലെ സുഭദ്ര കൊലക്കേസ്. ആ കേസിലെ അന്വേഷണം എന്തായി, എവിടെ വരെ എത്തിയെ നോക്കാം. കലവൂരിലെ സുഭദ്ര കൊലക്കേസിൽ പ്രതികളുമായി അന്വേഷണ സംഘം ഉടുപ്പിയിലേക്ക്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതികളെ ഇന്ന് കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. വയോധികയെ ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിച്ച ഷോൾ കത്തിച്ച സ്ഥലവും പ്രതികൾ പോലീസിന് കാണിച്ചുകൊടുത്തു. പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് കൊല നടത്തിയതെന്ന് തെളിവെടുപ്പിനിടെയും പ്രതികൾ ആവർത്തിച്ചു. ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ഒരിക്കൽ പോലും പശ്ചാത്തപിക്കാതിരുന്ന ഷർമിളയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞത്. കുഴഞ്ഞു വീഴാറായ ഷർമിളയെ താങ്ങിപ്പിടിച്ചാണ് ആ കോടതി വരാന്തയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. ഒട്ടും വിഭിന്നമായിരുന്നില്ല തെളിവെടുപ്പിനിടയിലെ ഷർമിളയുടെ പെരുമാറ്റവും. സുഭദ്ര കൊലക്കേസ് പ്രതികളായ മാത്യൂസിനെയും ഷർമിളയെയും 8 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളുമായി അന്വേഷണ സംഘം ആദ്യമെത്തിയത് കലവൂരിൽ ദമ്പതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിലായിരുന്നു. ഈ വീടിനോട് ചേർന്ന സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയ കുഴിക്കരികിലാണ് മാത്യൂസിനെ ആദ്യം എത്തിച്ചത്. സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടതെങ്ങനെയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് മാത്യൂസും ഷർമിളയും നൽകിയത്. പിന്നീട് മാത്യൂസുമായി അന്വേഷണ സംഘം നീങ്ങിയത് വീടിനോട് ചേർന്ന വെള്ളക്കുണ്ടിലേക്കാണ്. അവിടെ നിന്നാണ് സുഭദ്ര കൊല്ലപ്പെട്ട സമയത്ത് കിടന്നിരുന്ന തലയണ കണ്ടെത്തിയത്. വയോധികയെ ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിച്ച ഷാളും മറ്റും കത്തിച്ച സ്ഥലവും പ്രതികൾ കാട്ടിക്കൊടുത്തു. അരമണിക്കൂറോളം നീണ്ട തെളിവെടുപ്പിനൊടുവിലാണ് കലവൂരിലെ കൃത്യം നടന്ന വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം മടങ്ങിയത്. പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയതെന്ന പ്രതികൾ പലയാവർത്തി മൊഴി നൽകി കഴിഞ്ഞു. നിലവിൽ പ്രതികളുമായി അന്വേഷണ സംഘം കർണാടകയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. സുഭദ്രയിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങൾ പ്രതികൾ പണയം വെച്ചത് ഉടുപ്പിയിലാണ്. ഉടുപ്പിയിൽ സ്വർണം പണയം വെച്ച കടകളിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തും. റിപ്പോർട്ടർ, ആലപ്പുഴ.